നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പേന എഴുതിയിട്ട് വലിച്ചെറിയുന്ന പോലെ, വെള്ളം കുടിച്ച് ബോട്ടിൽ വലിച്ചെറിയുന്ന പോലെ, ഓറഞ്ചിന്റെ നീര് ഊറ്റിക്കുടിച്ച് അല്ലിയും ചണ്ടിയും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞ് കളയാവുന്ന വസ്തുവായി മാതാപിതാക്കളെ കാണുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളതെന്ന് ആർ ബിന്ദു സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് 20ാമത് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫീസിന്റെ വർധനവിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനയും നടപ്പിലാവില്ല. കാർഷിക സർവകലാശാല ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട പ്രശ്നം ശനിയാഴ്ചയോടെ പരിഹരിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഫൈബർ വള്ളങ്ങൾ വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA സലാം ഫൈബർ വള്ളങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴയിലേക്കുള്ള വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 95.5% വർധനവുണ്ടായതായി ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നവീകരിച്ച ബോട്ട് ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. ഉപയോഗിച്ചതിനു ശേഷം വലിച്ചെറിഞ്ഞു കളയാവുന്ന വസ്തുവായി മാതാപിതാക്കളെ കാണുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളതെന്ന് മന്ത്രി ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് 20ാമത് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. അടഞ്ഞു കിടക്കുന്ന ഗൃഹാന്തർ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വീർപ്പുമുട്ടലുകൾ അനുഭവപ്പെടുന്ന ഒരുപാട് വയോജനങ്ങളുണ്ട് എന്നുള്ളത് അനുഭവത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഉപയോഗിക്കൂ, വലിച്ചെറിയൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ കൾച്ചറിന്റെ കാലത്ത്, വികസിത മുതലാളിത്തത്തിന്റെ വിപണി കേന്ദ്രിതമായിട്ടുള്ള സംസ്കാരത്തിന്റെ കാലത്ത് ഡിസ്പോസിബിൾ സമീപനമാണ്. പേന എഴുതിയിട്ട് വലിച്ചെറിയുന്ന പോലെ, വെള്ളം കുടിച്ച് ബോട്ടിൽ വലിച്ചെറിയുന്ന പോലെ, ഓറഞ്ചിന്റെ നീര് ഊറ്റിക്കുടിച്ച് അല്ലിയും ചണ്ടിയും ഒക്കെ ഡിസ്കാർഡ് ചെയ്യുന്ന പോലെ വലിച്ചെറിയുന്നത് പോലെ അച്ഛനമ്മമാരെയും നിരുപാധികം വലിച്ചെറിയുന്ന പ്രവണത മനുഷ്യർക്കിടയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ലോകത്തിലെമ്പാടും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന പാഴ്വസ്തുവായി വയോജനങ്ങൾ മാറുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ 20ാമത് വാർഷിക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ കണ്ടൻവർക്കി പാലത്തിന് സമീപം കയർക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷനിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VAN നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. PP ചിത്തരഞ്ജൻ MLA യോഗത്തിന് സ്വാഗതം പറഞ്ഞു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R നാസർ മുഖ്യാതിഥിയായി. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് മുഖ്യ പ്രഭാഷണം നടത്തി. ജോയിന്റ് സെക്രട്ടറി PP ബാലൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജനറൽ കൺവീനർ G മോനി, ജനറൽ സെക്രട്ടറി അമരവിള രാധാകൃഷ്ണൻ, KA അലി അക്ബർ, ഗംഗാധരൻ, KC രാകേഷ് കുമാർ, വിക്രമൻ ആചാരി, KB സാധുജൻ, TK ഗോവിന്ദൻ മാസ്റ്റർ, KJ ചെല്ലപ്പൻ, N ചന്ദ്രശേഖരൻ പിള്ള, പ്രൊഫസർ KM സരള എന്നിവർ സംസാരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുമായി 600ഓളം പ്രതിനിധികൾ കൺവെൻഷനിൽ സംബന്ധിച്ചു. കാർഷിക സർവകലാശാല ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട പ്രശ്നം ശനിയാഴ്ച പരിഹരിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഫീസിന്റെ വർധനവിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനയും നടപ്പിലാവില്ല. നാളെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. ഞാൻ നേരത്തെ തന്നെ അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നതാണ്. പിന്നെ ചില കേസും എല്ലാം കൂടി വന്നപ്പോഴാണ് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു വിദ്യാർത്ഥിയും പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം നിർത്തി പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനയും നമുക്ക് ഉണ്ടാവുകയില്ല. കാർഷിക സർവകലാശാല ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട പ്രശ്നം ശനിയാഴ്ചയോടെ പരിഹരിക്കുമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനവും ഈ സർക്കാർ നടപ്പാക്കില്ല. ഇക്കാര്യം നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. ഫീസ് വർധനയുടെ പേരിൽ ഒരാൾക്കും പഠനം നിർത്തിപ്പോകേണ്ടി വരില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മത്സ്യ ഉൽപാദനം 41,000 മെട്രിക് ടണ്ണായി ഉയർന്നതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. വിഷൻ 2031 ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി.
10 വർഷക്കാലം കൊണ്ട് തീരമേഖലയിൽ വമ്പിച്ച വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വിഷൻ 2031 ഭാഗമായി മത്സ്യമേഖലയിലെ വികസനാധിഷ്ഠിത സെമിനാർ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിൽ കേരളം ഫിഷറീസ് വകുപ്പിനെ മന്ത്രി അടക്കമുള്ള മുഴുവൻ പേരെയും കേരളത്തെ ഈ മെച്ചപ്പെട്ട നേട്ടത്തിലേക്ക് എത്തിച്ചതിന് ശ്രീ സജി ചെറിയാൻ അടങ്ങുന്ന എല്ലാവരെയും ഹൃദയം നിറഞ്ഞ ആലപ്പുഴയിൽ ഈ യോഗം ചേരുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. യൂറോപ്യൻ കോൺക്ലേവ് അടുത്തിടെ നടന്നിരുന്നു. ആവേശപൂർവ്വം ശ്രീ സജി ചെറിയാൻ പറഞ്ഞിരുന്ന കാര്യമാണ് അതെല്ലാം. ചിലരെല്ലാം ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ എന്തോ എതിർക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് ധരിക്കുന്നവരുണ്ട്. രാഷ്ട്രീയം നമുക്ക് ആ തരത്തിൽ ഉപയോഗിക്കാം. പക്ഷേ ആ യൂറോപ്യൻ കോൺക്ലേവിൽ അവതരിപ്പിച്ച ഒരു പ്രോജക്റ്റ് എല്ലാത്തിനെ കുറിച്ചും പറയാൻ ഫിഷറീസ് വകുപ്പിലുള്ള ആൾക്കാരാണ് പറയേണ്ടെങ്കിലും ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള തരത്തിൽ മത്സ്യമേഖലയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതെല്ലാം എന്റെയും ഞങ്ങളൊക്കെ നിൽക്കുന്ന മേഖലയിൽ അതെല്ലാം ഉണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്നവർ എന്നുള്ള ഇടത്തിലും എനിക്കേറെ സന്തോഷം തോന്നി വന്ന് ഫിഷറീസ് വകുപ്പ് ശാസ്ത്രീയമായ മത്സ്യകൃഷി നടപ്പിലാക്കിയതുകൊണ്ട് 2016 20,000 മെട്രിക് ടൺ ആയിരുന്നു മത്സ്യ ഉൽപാദനം. 2024 41,000 മെട്രിക് ടണ്ണായി ഉയർത്താൻ സാധിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PP ചിത്തരഞ്ജൻ MLA, തോമസ് കെ തോമസ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ഫിഷറീസ് ഡയറക്ടർ V. ചെൽസാസിനി, ഫിഷറീസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി B. അബ്ദുൾ നാസർ, മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, മത്സ്യഫെഡ് ചെയർമാൻ T. മനോഹരൻ, മറ്റ് ജനപ്രതിനിധികൾ, സാങ്കേതിക അക്കാദമിക വിദഗ്ധർ, വ്യാവസായിക പ്രതിനിധികൾ, ഗവേഷകർ, സാമൂഹിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ എന്നിവർ സെമിനാറിൽ സംബന്ധിച്ചു. ആലപ്പുഴയിലേക്കുള്ള വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 95.5% വർധനമുണ്ടായതായി ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. നവീകരിച്ച ബോട്ട് ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ വിനോദസഞ്ചാര സാധ്യതകൾ കൃത്യമായി ഉപയോഗപ്പെടുത്താനായി വിനോദസഞ്ചാര വകുപ്പ് ആവിഷ്കരിച്ച നിരവധി നവ ടൂറിസം പദ്ധതികളുടെ ഭാഗമായി വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ 95.5% വർധനയുണ്ടായതായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. നവീകരിച്ച ബോട്ട് ടെർമിനലിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ 27.8% വർധനമാണ് ഉണ്ടായത്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോടൊപ്പം നിലവിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെ നവീകരിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയെന്ന കാഴ്ചപ്പാടോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ദലീമ ജോജോ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത, മുൻ MP AM ആരിഫ്, അഷ്റഫ് വെള്ളയത്ത്, PM പ്രമോദ് വിദ്യാരാജ്, DV പ്രഭാത്, KG അജേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വികസനം, ഞാൻ ഈ വികസനം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ആരെയും കുറച്ച് കാണിക്കാനോ എത്തിക്കാണിക്കാനോ ഒന്നുമല്ല. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങള് നമ്മള് ജനങ്ങൾക്ക് ഒരുപക്ഷെ ബോധ്യം ആകുന്നില്ലെങ്കിൽ അത് ആകുവാൻ വേണ്ടി കൂടെയാണ്. ഞാനൊരു ജനപ്രതിനിധി എന്നൊരു കായിക കൂടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യസന്ധമായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ? ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഫൈബർ വള്ളങ്ങൾ വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA H. സലാം ഫൈബർ വള്ളങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഫൈബർ വള്ളങ്ങൾ വിതരണം ചെയ്തു. 48,400 രൂപ വില വരുന്ന 3 വള്ളങ്ങളാണ് ഗുണഭോക്തൃ വിഹിതമായി 12,100 രൂപ വീതം അടച്ച 3 പേർക്ക് വിതരണം ചെയ്തത്. H. സലാം MLA വള്ളങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജ രതീഷ്, അംഗങ്ങളായ R. രാജി, പ്രദീപ് T. സജിത്, ശ്രീജ സുഭാഷ്, സതി രമേശ്, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ T. ചന്ദ്രലേഖ, എക്സ്റ്റൻഷൻ ഓഫീസർ അനുരാജ് എന്നിവർ സംസാരിച്ചു. വളരെ മാതൃകാപരമായി അത്തരം പദ്ധതികൾ ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് അഡ്വക്കേറ്റ് ഷീബ നേതൃത്വം കൊടുക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ളത്.
നമ്മുടെ പ്രദേശം കാർഷിക മേഖലയും മത്സ്യമേഖലയും ഏതാണ്ട് തുല്യമായി പ്രാധാന്യമുള്ള ഒരു ഇടമാണ്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കടലോരമുള്ള നിയോജക മണ്ഡലത്തിൽ ഒന്നാണ്. അരൂരും അമ്പലപ്പുഴയുമാണ് ഏറ്റവും കൂടുതൽ, 20-21 കിലോമീറ്ററോളം ദൂരമുണ്ട്. ബാലസൗഹൃദ പദ്ധതിയുടെ ഭാഗമായി പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് ആദരവ് നൽകി. അമ്പലപ്പുഴ MLA സലാം ആദരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലസൗഹൃദ പദ്ധതിയുടെ ഭാഗമായി പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് ആദരവ് നൽകി. പഞ്ചായത്തിലെ LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 8 സ്കൂളുകളിൽ നിന്നും പ്രഥമാധ്യാപകർ ഉൾപ്പെടെയുള്ളവരെയാണ് ആദരിച്ചത്. H. സലാം MLA അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം അല്ലെങ്കിൽ ഒരു തലമുറയിലുള്ള സ്ഥാനം എത്ര വലുതാണ് എന്ന് നിങ്ങൾ അറിയുന്നത് തന്നെയാണ്. എന്നാൽ അതിനൊരു പ്രാധാന്യം മറ്റൊരു പ്രൊഫഷനില്ല. അത് വളരെ പ്രാധാന്യം കഴിയും. അധ്യാപകരെ ദൈവതുല്യരായി കണക്കാക്കുന്നു എന്ന ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലി ഒരു ജോലിയുടെ ഭാഗമാണ്. നിങ്ങളുടെ ലഭിക്കുന്ന ശമ്പളം, ആ ശമ്പളം കൊണ്ട് നിങ്ങൾ ഉപജീവനത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു മുന്നോട്ട് പോകുക, ജീവിതം കഴിയുന്നത് അങ്ങനെയാണ്. അതിനു മറ്റ് വില്ലേജ് ഓഫീസിലെ പ്രക്രിയ പണി പോലെയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലെ പണി പോലെയോ പഞ്ചായത്ത് സെക്രട്ടറി പണി പോലെയോ ഒരു പണിയല്ല. അറവുകാട് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ പ്രധാന അധ്യാപകർ ഒഴികെയുള്ളവരെ വിദ്യാർത്ഥികൾ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് ചടങ്ങിൽ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷൻ NK ബിജുമോൻ, അംഗങ്ങളായ ഗീത ബാബു, A. നസീർ, സ്കൂൾ മാനേജർ ബിനീഷ് ബോയ്, പ്രധാന അധ്യാപിക PK സജീന എന്നിവർ സംസാരിച്ചു. CYMM ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപിക ലിൻസി തോമസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ജില്ലാതല ഫ്ലാഷ് മോബ് മത്സരം സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ജില്ലാതല ഫ്ലാഷ് മോബ് മത്സരം സംഘടിപ്പിച്ചു. പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ നടത്തിയ മത്സരം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രമാത്രം ആഴത്തിൽ നമ്മുടെ സൊസൈറ്റിയെ ലഹരി മാഫിയ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നിരവധിയായ അനുഭവങ്ങൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ടാകുന്ന പല സംഭവങ്ങളും എത്രമാത്രം ഒരു മനുഷ്യനെ മനുഷ്യരാതാക്കി മാറ്റും ലഹരി എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് സംഭവിക്കുന്നത്. ജില്ലയിലെ വിവിധ ആർട്സ് പ്രൊഫഷണൽ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജ് 1ാം സ്ഥാനവും ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് 2ാം സ്ഥാനവും മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ കോളേജ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് യഥാക്രമം 5000, 3000, 2000 എന്നിങ്ങനെ ക്യാഷ് അവാർഡും ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. വിമുക്തി ജില്ലാ മാനേജർ EPCB, ജില്ലാ കോർഡിനേറ്റർ അഞ്ജു എസ്റാം, എക്സൈസ് ഇൻസ്പെക്ടർമാരായ കൊച്ചുകോശി, ബിസ്മി ജസീറ, ഫാദർ ജസ്റ്റിൻ ആലുങ്കൽ, VK മനോജ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നഗരവാടിക പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബഹുമാന്യനായ മന്ത്രി നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി MK ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. വനം വന്യജീവി വകുപ്പിന്റെ കീഴിലെ തടി ഡിപ്പോയുടെ ഭാഗമായി ആരംഭിച്ച നഗരവാടിക പദ്ധതിയുടെയും വനശ്രീ ഇക്കോ ഷോപ്പിന്റെയും പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികളെ പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഉറപ്പിച്ചു നിർത്തണമെന്നും മന്ത്രി ചടങ്ങിൽ കൂട്ടിച്ചേർത്തു. തോമസ് K. തോമസ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP,
കൊല്ലം ദക്ഷിണ മേഖല ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ഡോക്ടർ ആർ കമലാഹർ, പി ഓമന, എ ശോഭ, ഷീജ സുരേന്ദ്രൻ, പി എ ഷാനവാസ്, എം ജഗേഷ്, എൻ രാജേഷ്, ബി ആർ ജയൻ, സി കെ ഹാബി, സുമി ജോസഫ്, സ്കൂൾ വിദ്യാർത്ഥികൾ, SPC കാഡറ്റുകൾ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അങ്ങനെ നമുക്ക് MLA ഇവിടെ പ്രത്യാശ പ്രകടിപ്പിച്ചതുപോലെ കുട്ടനാട് പൊതുവെ വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്. ആ പറുദീസയിൽ വന്നെത്തുന്നവർക്ക് വനവുമായി ബന്ധപ്പെട്ട ഇങ്ങനെയൊരു സ്ഥാപനം, ആകർഷകമായ സ്ഥാപനം, മാതൃകാ സ്ഥാപനം ഉണ്ടാകേണ്ടത് കേരളത്തിലെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട വളർച്ചയ്ക്കും വികാസത്തിനും അനുകൂലമാണ് എന്നതിനാൽ DFOയും CCFും DTPCയുമായി കൂടി ചർച്ച ചെയ്ത് ഒരു വർക്കിംഗ് പ്ലാൻ ഉണ്ടാക്കി. ആ വർക്കിംഗ് പ്ലാൻ ആവശ്യമായത് നമ്മുടെ വർക്കിംഗ് പ്ലാനിൽ ഉൾക്കൊള്ളിച്ച് അടുത്ത സാമ്പത്തിക വർഷം നമ്മുടെ മക്കളെ പ്രകൃതി സംരക്ഷണവുമായും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് 2 കാരണങ്ങളാൽ ആവശ്യമാണ്. ഒന്ന്,